നല്ല ടേസ്റ്റ് ഉള്ളതും എളുപ്പത്തിൽ ഉണ്ടാക്കുന്നതുമായ ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയായ ഉപ്പുമാവാണ് ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഷാഹിദ റഹ്മാൻ. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന റവ വെച്ചുള്ള ഒരു ഉപ്പുമാവാണ്. റവ വെച്ചാണ് ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. സേമിയ വെച്ചും സൂചി ഗോതമ്പ് വെച്ചും ഗോതമ്പിൻ്റെ റവ വെച്ചും എല്ലാം ഉപ്പുമാവ് ഉണ്ടാക്കാവുന്നതാണ്. ഓട്സ് വെച്ചും ഉപ്പുമാവ് ഉണ്ടാക്കാവുന്നതാണ്. ഉപ്പുമാവ് ഉണ്ടാക്കുന്നതിന് വേണ്ടി ഞാൻ ഒരു ഗ്ലാസ് റവ എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു ചെറിയ ക്യാരറ്റ് പൊടിയായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്നു. ഒരു മീഡിയം സൈസ് സവാള ചെറുതായിട്ട് അരിഞ്ഞ്, 2 വറ്റൽമുളക്, 2 പച്ചമുളക് എല്ലാം റൗണ്ടായിട്ട് കീറി വെച്ചിരിക്കുന്നു. കറിവേപ്പില 2 കതിര്, ഇഞ്ചി ഒരു ചെറിയ കഷ്ണം, വെളിച്ചെണ്ണ 2 ടേബിൾ സ്പൂൺ, അവസാനം ഇട്ട് കൊടുക്കാൻ കുറച്ച് നെയ്യ്. ഇത്രയുമാണ് ആവശ്യം. ഇനി എങ്ങനെയാണ് ഉപ്പുമാവ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ചട്ടി അടുപ്പത്ത് വെച്ച് റവ വറുത്തെടുക്കുക. അപ്പോൾ ഒരു 2-3 മിനിറ്റ് നല്ലപോലെ ചീനച്ചട്ടിയിലിട്ട് വറുത്ത് മാറ്റി വെക്കുക. വളരെ എളുപ്പം ചെയ്യാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണിത്. ഇത് കുട്ടികൾക്കും എല്ലാം വളരെ ഇഷ്ടപ്പെടുന്ന റെസിപ്പിയാണ്. ഉപ്പുമാവ് പഴത്തിൻ്റെ കൂടെയും ഒന്നും അല്ലെങ്കിൽ വെറും പഞ്ചസാര ചേർത്തും അതും അല്ലെങ്കിൽ വെറുതെയും കഴിക്കാവുന്നതാണ്. മുളകും ഉള്ളിയൊക്കെ ഇടുന്നതുകൊണ്ട് ഒന്നിൻ്റെയും കൂടെ ആവശ്യമില്ല, വെറുതെ വേണമെങ്കിലും കഴിക്കാം. വറുക്കുമ്പോൾ കൈ വിടാതെയോ അവിടെ ഇവിടെയോ നമ്മൾ മാറാതെയും എല്ലാം നിന്ന് വറുക്കണം, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. ഇത് എല്ലാവർക്കും അറിയാമെന്നറിയാം, എന്നാലും അറിഞ്ഞുകൂടാത്ത കുറച്ച് പേരെങ്കിലും കാണുമല്ലോ, അവർക്ക് ഉപകാരപ്പെട്ടോട്ടെ എന്ന് ഓർത്തിട്ടാണ് ഞാൻ ഇന്ന് കാണിക്കുന്നത്. ബാച്ചിലേഴ്സിനും പ്രവാസികൾക്കും എല്ലാം വളരെ ഉപകാരപ്പെടും. ഇത് പെട്ടെന്ന് ഉണ്ടാക്കി കഴിച്ചിട്ട് ജോലിക്ക് പോകാൻ വേണ്ടിയുള്ളവർക്കും ഇത് ചെയ്ത് കഴിക്കാവുന്നതാണ്. റവ മൂത്തിട്ടുണ്ട്. ഇനി അതൊരു വേറെ പാത്രത്തിലോട്ട് മാറ്റുക. റവ വേറൊരു പാത്രത്തിലോട്ട് മാറ്റി ഇനി ഈ ചീനച്ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു, 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം കടുക് ഇട്ട് കൊടുക്കുക. അധികം കടുക് വേണ്ട, കുറച്ച് കടുക് ഇട്ടാൽ മതി. കടുക് നല്ല പൊട്ടി വരുമ്പോൾ കറിവേപ്പില ഇട്ട് കൊടുക്കുക. കറിവേപ്പില ഇട്ടപ്പോൾ കറിവേപ്പിലയുടെ നല്ല മണം വരുന്നുണ്ട്. ഇഞ്ചി ഇട്ട് കൊടുക്കുക. ഉള്ളി, സവാള അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. പച്ചമുളക്, ഉണക്കമുളക് എല്ലാം ഒന്നിച്ചിട്ട് നല്ലപോലെ മൂപ്പിക്കുക. തീ കുറച്ച് വെച്ച് വേണം ഇത് മൂപ്പിക്കാൻ. ഉള്ളിയുടെയും പച്ചമുളകിൻ്റെയും നിറം മാറി വരുന്നത് വരെ ഒരു 2-3 മിനിറ്റ് മൂപ്പിച്ചാൽ മതി. ഏകദേശം മൂത്ത് വരുമ്പോൾ ക്യാരറ്റ് പൊടിയായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്നത് ഇട്ട് കൊടുക്കുക. നല്ലവണ്ണം ഇളക്കി കൊടുക്കുക. ക്യാരറ്റ് ഒന്ന് വെന്ത് കിട്ടണം. ഒരു 2-3 മിനിറ്റ് ഇളക്കി കൊടുത്താൽ ക്യാരറ്റ് വെന്ത് കിട്ടും. ക്യാരറ്റെല്ലാം പകുതി വെന്തിട്ടുണ്ട്. ഇനി വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാൻ ഈ ഒരു ഗ്ലാസ്സിലാണ് റവ എടുത്തത്. അതിൽ എല്ലാവരും ഇരട്ടിയാണ് ഇടുന്നത്. 1 ഗ്ലാസ് തന്നെ ഇടുള്ളൂ. ഞാൻ 2 ഗ്ലാസ് വെള്ളമാണ് ചേർക്കാൻ പോകുന്നത്. 1 ഗ്ലാസ് റവയ്ക്ക് 2 ഗ്ലാസ് വെള്ളം. ആവശ്യത്തിന് ഉപ്പ് ഇത്രയും ചേർത്ത് അടച്ചു വെക്കുക. നല്ല തിളപ്പിക്കണം. ഇരട്ടി വെള്ളം ചേർത്താൽ ഉപ്പുമാവ് നല്ല വായിൽ അലിഞ്ഞു പോകുന്ന സോഫ്റ്റായിട്ട് കിട്ടും.
ഒരു 5 മിനിറ്റ് അടച്ചു വെച്ച് തിളപ്പിക്കുക. ഉപ്പുമാവിന് വേണ്ടി വെച്ചിരിക്കുന്ന വെള്ളം നല്ല തിളച്ച് വരുന്നുണ്ട്. ആ തിളച്ച് വരുമ്പോഴുള്ള കളറ് കണ്ടോ, നല്ല എണ്ണയൊക്കെ തെളിഞ്ഞ് ഉള്ളിയും മുളകും എല്ലാം കറിവേപ്പില എല്ലാം മുകളിൽ വന്ന് നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇനി തീ കുറച്ച് വെച്ച് റവ പതുക്കെ പതുക്കെ ഇട്ട് കൊടുക്കുക. കുറച്ച് കുറച്ചായിട്ട് ഇട്ട് ഇളക്കി ഇളക്കി എടുക്കുക, കട്ട കെട്ടാതെ. അറിഞ്ഞുകൂടാത്തവർക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ നല്ലപോലെ പറഞ്ഞു കൊടുക്കണം. അതുകൊണ്ടാണ് ഞാൻ ഇതെല്ലാം പറഞ്ഞു വരുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ റവ ഇടുന്നതിന് മുമ്പ് ആദ്യം കുറച്ച് തേങ്ങ, ഒരു ചെറിയ 2 സ്പൂൺ തേങ്ങ ഇട്ട് നല്ല തിളച്ചതിന് ശേഷം റവ ഇട്ട് കൊടുക്കാം. നല്ല ടേസ്റ്റായിരിക്കും. ഞാനിവിടെ തേങ്ങയൊന്നും ഇട്ട് കൊടുക്കുന്നില്ല. ഇനി അടച്ച് വെക്കാം. റവ ഇട്ട് കഴിഞ്ഞു. ഇനി ഒരു 2-3 മിനിറ്റ് അടച്ച് വെക്കും. 3 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി പതുക്കെ ഇളക്കി കൊടുക്കും. നല്ലപോലെ ഇളക്കി കൊടുത്തതിന് ശേഷം നല്ല സോഫ്റ്റ് ഉപ്പുമാവായിട്ടുണ്ട്. വായിൽ വെച്ചാൽ അലിഞ്ഞു പോകുന്ന രീതിയിലുള്ള, ഞാനീ പറയുന്ന രീതിയിലെല്ലാം കണക്കനുസരിച്ച് ചെയ്യുകയാണെങ്കിൽ നല്ല സോഫ്റ്റ് ഉപ്പുമാവ് കിട്ടുന്നതാണ്. ബാച്ചിലേഴ്സിനെല്ലാം ഇത് അതേ കണക്ക് ഞാൻ നല്ല രീതിയിലാണ് പറയുന്നത്, പെട്ടെന്ന് മനസ്സിലാവുന്ന രീതിയിൽ. ഇത് ചെയ്തു നോക്കിയാൽ വളരെ എളുപ്പമായിരിക്കും. ഉപ്പ് നോക്കുക, നല്ലപോലെ ഉപ്പ് നോക്കി. ഉപ്പ് ആവശ്യത്തിനുണ്ട്, നല്ല ടേസ്റ്റുണ്ട്. ലാസ്റ്റ് കുറച്ച് നെയ്യ് തൂവി കൊടുത്തതിന് ശേഷം അടുപ്പ് അണക്കുക. നല്ലപോലെ ഇളക്കി കൊടുക്കുക. നല്ല രുചിയുള്ള ഉപ്പുമാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒന്ന് അടച്ചു വെച്ച് അടുപ്പിൽ നിന്ന് ഇറക്കുക. മാവ് എല്ലാവരും ഉണ്ടാക്കിയതിന് ശേഷം കഴിച്ചു നോക്കി ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനിയൊരു നല്ല റെസിപ്പിയായിട്ട് വരുന്നത് വരെ